പോയിട്ട് വരാമോ? ആ ശരി അമ്മ, ഞങ്ങൾ രണ്ടുപേരും പൊക്കോളാം. പാർക്കുട്ടി നീ പോണ്ട. എന്നാ പൊക്കോ, കരയണ്ട. ആഹാ, 3 പിള്ളേരാണല്ലോ വരുന്നേ. ഇതുങ്ങൾ എങ്ങനെയൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ശങ്കരനോണ്ട് വിൽക്ക. മക്കളെ, നിങ്ങൾക്ക് ചോക്ലേറ്റ്സ് വേണോ? പാർക്കുട്ടി, മിന്നു ആരെന്ന് അങ്ങനെ വാങ്ങിച്ചു തിന്നരുത്. എടി, നമ്മളോട് അമ്മ പറഞ്ഞിട്ടില്ലേ ആരെന്ത് വന്നാലും ഒന്നും വാങ്ങിക്കരുതെന്ന്? ചോക്ലേറ്റ്സ് ആണെങ്കിൽ എന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. മക്കൾ എന്റെ വീട്ടിൽ വാ. മിന്നു, പാർക്കുട്ടിയെ പോവണ്ടി. അയാളെ വീട്ടിലോട്ട് വിളിക്കുന്ന എന്തോ ഒരു പന്തുകേടുണ്ട്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. എന്തേലും ഒപ്പിച്ചു വെക്കുമ്പോഴേ എന്നോട് പിന്നെ പറയല, അയ്യോ ചേട്ടാ അത് പറ്റിപ്പോയി ഇത് പറ്റിപ്പോയെന്ന്. ബാ മക്കളെ, ചേട്ടന്റെ വീട്ടിലോട്ട്. മക്കളെ, നിങ്ങൾ ഇവിടെ നിൽക്ക്. ചേട്ടനാണെങ്കിൽ അപ്പുറത്തെ റൂമിലാണ് ചോക്ലേറ്റ്സ് ഇരിക്കുന്നത്. അവിടെ നിന്ന് എടുത്തിട്ട് വരാമേ. നിങ്ങൾ ഇവിടെ നിൽക്ക്. എടി മിന്നു, പാറക്കുട്ടി അയാള് കഥ അടിച്ച് കുത്തിയിട്ട്. ഞാൻ രണ്ടുപേരുടെ അപ്പോഴും പറഞ്ഞതല്ലേ എന്തോ ഒരു പന്തികേടുണ്ടെന്ന്. ഇപ്പൊ നമ്മൾ പെട്ടത് കണ്ടില്ല, അയാളെ കഥ അടിച്ച് കൂട്ടിയിട്ട്. നമ്മളിനി എന്ത് ചെയ്യും? ഹലോ, ഇവിടെ ആരുമില്ലേ? എന്താ പൊറയിലായിരുന്നു വന്ന? എന്താ കാര്യം? എന്താണ് ഇത്ര ദിവസം ഇല്ലാത്ത കൊച്ചുകളുടെ കരച്ചില്ല? അയ്യോ നാട്ടുകാരെ രക്ഷിക്കണേ, ഓടി വരണേന്നൊക്കെ പറയണേ. തേങ്ങ കൊച്ചുകള് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തോന്നുന്നു എന്തേലും ഒരു കള്ളത്തരം പറയാം. എന്റെ അനിയത്തിയുടെ 2 മക്കൾ വന്നിട്ടുണ്ട് ഇവിടെ. അവർ രണ്ടുപേരും കളിക്കുന്നൊക്കെയാണ്. മുടി ചിലപ്പോ കുത്തി വിളിച്ചപ്പോഴേ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ വിളിച്ചതായിരിക്കും. അതാ കളിക്കുന്നതായിരിക്കും. അയ്യോ നാട്ടുകാർ ഓടി വരണം, അങ്ങനെയൊക്കെ കളിക്കുന്നവര്. എന്നാ ശരി, ഞാൻ പോവാ. രക്ഷപ്പെട്ട്. എടി മിന്നു, നീയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത്. വിളിച്ചു സൗണ്ട് കേട്ടിട്ടാണെങ്കിലേ ഒരാൾ വന്നെന്ന് തോന്നുന്നു. സൗണ്ട് കേട്ടു എന്താണ്ട് വരുന്നത്. പക്ഷെ അയാളാണെങ്കിലേ അത് ഞങ്ങളുടെ അനിയത്തിയുടെ 2 മക്കളാ. അവരവിടെ കിടന്ന് മുടിയെ കുത്തിവിളി ഇങ്ങനെ കളിയൊക്കെയാന്ന് പറഞ്ഞു. അവിടെ മുടിയെ കുത്തിപ്പിടി ഇങ്ങനത്തെ കളിയൊക്കെയാന്ന് പറഞ്ഞ് അതിന്റെ വിളിച്ചു പോകുന്ന സൗണ്ടൊക്കെ കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ നമ്മളെ രക്ഷിക്കുമെന്ന ആള് പോയടി. 2 മര്യാദക്ക് പറഞ്ഞാ പോണ്ടെന്ന്. ഇപ്പൊ റോഡിൽ നിന്നൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ വാങ്ങിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമൊക്കെ കിടക്കുമ്പോൾ അവിടെ എടുത്ത് കളയണം, അയാൾ കാണാതെ. ചിലപ്പോൾ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതല്ലായിരിക്കും. അതുകൊണ്ട് അവർ കാണാതെ തരണം. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഒന്നും ചേർക്കാത്ത പാവം പിടിച്ച ആൾ നമുക്ക് ചുമ്മാ ഇരുന്നാണെങ്കിൽ അവർക്ക് വിഷമത്തില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും ഒളിച്ച് കളയണം. അങ്ങനെ ചെയ്യേണ്ടത്. എടി വിട്ടു, ഞാൻ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനെന്നാ പെട്ടെന്ന് അമ്മയെ വിളിക്കട്ടെ. എടി മിന്നു, ഞാനാണെങ്കിൽ മുറിയിലെ ലോക്കൊന്ന് ഇടട്ടെ. ചിലപ്പോഴായിരുന്നു ഞാനാണ് അമ്മ വിളിക്കുന്ന സമയം കൊണ്ട് അയാളാണെങ്കിൽ ഇങ്ങോട്ട് വരും സൗണ്ട് കേട്ടിട്ട്. അപ്പം നമ്മുടെ ആ ഫോൺ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഞാൻ കഥ കുറ്റിയിട്ടിട്ട് വരട്ടെ പെട്ടെന്ന്. കഥ കുറ്റിയിട്ട്. ഹലോ അമ്മേ. എന്താ മോനെ? അമ്മേ, ഞങ്ങളെ ആണെങ്കിൽ ഒരാൾ പിടിച്ചോണ്ട് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ. അമ്മയാണ് ഓടി വരുവാ. മക്കൾ എവിടെയാ? നമ്മള് കുട്ടപ്പച്ചേന്റെ കടയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ഞങ്ങളെ പൂട്ടിയിട്ടേക്കുവാ. കഥ ഓർക്കടാ. സൗകര്യമില്ലാതെ ഓർക്കാൻ. മര്യാദക്ക് കയറുന്നോണ്ട്. ഇപ്പൊ ഞങ്ങളുടെ അമ്മ ഇപ്പൊ വരുവേ. നിങ്ങളുടെ അമ്മയ്ക്ക് എങ്ങനെ അറിയാം നിങ്ങൾ എവിടെ പെട്ടിരിക്കുമെന്ന്? അതൊന്നും താൻ അറിയണ്ടോ. ഇപ്പൊ തന്നെ ഞങ്ങളുടെ അമ്മ വരും. ശങ്കരൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഒരാൾക്ക് 1 ലക്ഷം രൂപ വെച്ച്. അപ്പം 3 പേർക്ക് 3 ലക്ഷം. ഞാൻ വലിയ ലക്ഷപ്രഭുവായി. അയ്യോ എന്റെ അമ്മച്ചേ. വേണ്ട, അയാള് ബോധം കെട്ട് കിടക്കുന്ന ചിരി വന്നിട്ട് വയ്യ.